അല്പം വൈകിയെങ്കിലും എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. നമ്മൾ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് പദ്ധതി നടപ്പിലാക്കി തുടങ്ങിയപ്പോൾ നമ്മുടെ മനസ്സിലുള്ളൊരു സ്വപ്നം എന്ന് പറയുന്നത് ഉത്തരവാദിത്വ ബോധവും കാര്യശേഷിയും നിയമം സ്വമേധയെ അനുസരിക്കുന്ന, പ്രകൃതിയെയും മനുഷ്യരെയും സ്നേഹിക്കുന്ന, അധർമ്മങ്ങളോട് പടപൊരുതാൻ, അഹിംസാ മാർഗത്തിലൂടെ പടപൊരുതാൻ കഴിവുള്ള ഒരു യുവശക്തിയെ വികസിപ്പിച്ചെടുക്കുക എന്നുള്ളതാണല്ലോ. നിങ്ങളെല്ലാവരും ഞാൻ അഡ്രസ്സ് ചെയ്യുന്ന SPCയുടെ 2 വർഷത്തെ പരിശീലനം പൂർത്തിയാക്കിയിരിക്കുന്ന നിങ്ങളെല്ലാവരും തന്നെയാണ് SPCയുടെ അംബാസഡർമാരെന്നാണ്. ഞാൻ പല ഇടങ്ങളിലായിട്ട് സംസാരിച്ചിട്ടുണ്ട്. SPCക്ക് വേണമെങ്കിൽ വലിയ സിനിമാ താരങ്ങളെയോ മറ്റു പ്രമുഖ വ്യക്തികളെയോ ബ്രാൻഡ് അംബാസഡർമാരായിട്ട് നമുക്ക് വെക്കാം. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി SPCയിൽ പരിശീലനം കഴിഞ്ഞ് പുറത്തിറങ്ങിയിരിക്കുന്ന നിങ്ങൾ തന്നെയാണ് SPCയുടെ ബ്രാൻഡ് അംബാസഡർമാർ. അപ്പോൾ ഈ ബ്രാൻഡ് അംബാസഡർമാരെ കൂട്ടി യോജിപ്പിക്കാൻ നമുക്ക് ഒരു കൂട്ടായ്മ ആവശ്യമില്ലേ? നിങ്ങളിൽ പലരും എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ 2 വർഷത്തെ പരിശീലനം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ഒത്തുചേരാനൊന്നും യാതൊരു വേദികളുമില്ല എന്നുള്ളത്. പക്ഷെ ആ വേദികളില്ലാതിരിക്കുന്ന ഒരു രാജ്യത്തിന് തന്നെ വലിയ നഷ്ടമായിരിക്കും. ഇത്രയും വലിയ ആവേശം ഉൾക്കൊണ്ട് ഇത്രയും വലിയ കഴിവുകൾ സിദ്ധിച്ചു പോയിരിക്കുന്ന ആളുകൾക്ക് കൂട്ടമായി പ്രവർത്തിക്കാൻ ഒരു വേദിയില്ലാതിരിക്കുന്നത് വലിയൊരു സങ്കടമാണ്. മാത്രമല്ല, നമ്മൾ SPCയുടെ വിഭാവനം ചെയ്യുമ്പോൾ SPCയുടെ 1-ാം വർഷം SPCയുടെ ജൂനിയേഴ്സായിട്ടും, 2-ാമത്തെ വർഷം എന്ന് പറയുന്നത് സീനിയർ കേഡറ്റായിട്ടും, 3-ാമത്തേതെന്ന് പറയുന്നത് SPC ലീഡേഴ്സാണ്. ലീഡർ SPC എന്നാണ്. നമ്മൾ ശരിക്കും അലൂമിനെ എന്നുള്ളതിനേക്കാളൊക്കെ ഞാൻ കാണുന്നത്, അല്ലെങ്കിൽ നമ്മൾ കാണുന്നത് ലീഡർ SPC. ലീഡർ എന്നുള്ളത് ചേഞ്ച് ലീഡേഴ്സാണ്. സമൂഹത്തിൽ 2 വർഷത്തെ പരിശീലനം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഈ ലീഡേഴ്സ് അവർ സമൂഹത്തിനെ മാറ്റിമറിക്കാൻ കഴിവുള്ള ചേഞ്ച് ലീഡേഴ്സായിട്ടാണ്. ആ ചേഞ്ച് ലീഡേഴ്സ് തമ്മിൽ ഒത്തൊരുമിക്കാനും നമ്മൾ എന്താണ് ഇനി മുന്നോട്ടേക്ക് ചെയ്യേണ്ടതെന്നും അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഈ വർഷം തന്നെ ഏകദേശം 46,000 കേഡറ്റുകൾ പരിശീലനം ശ്രദ്ധിക്കുന്നുണ്ട്. ഇവർ തമ്മിൽ ഒരു ഏതെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ ചാനലിലൂടെ നമുക്ക് ഒന്നിച്ച് ചേർക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ SPC പരിശീലനം കഴിഞ്ഞു പോയിരിക്കുന്ന ആളുകൾ അവരിടയ്ക്ക് ഒത്തുചേരുകയും വേറെ ഏതെങ്കിലും മാർഗത്തിലൂടെ നിരന്തരമായിട്ട് കോണ്ടാക്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ലീഡർ SPC എന്നുള്ള ഈ ഒരു പദ്ധതിയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒന്ന്, ഈ സോഷ്യൽ മീഡിയ ഇന്നത്തെ നിങ്ങൾക്കറിയാം, ഇന്നത്തെ ഏറ്റവും ഈ ആധുനിക, നിങ്ങളെല്ലാം ഭാഗ്യവാന്മാരാണ്. ഏറ്റവും കൂടുതൽ നമ്മളെ കൂട്ടി യോജിപ്പിക്കാൻ ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ ലോകത്തിൻ്റെ ഏത് ദിക്കിലാണെങ്കിലും നമുക്ക് കൂട്ടി യോജിപ്പിക്കാവുന്ന ഒരു വിർച്വൽ പ്ലാറ്റ്ഫോം സോഷ്യൽ മീഡിയ നമുക്ക് നൽകുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മളുടെ ഫേസ്ബുക്ക് എന്ന് പറയുന്നത്. ആ ഫേസ്ബുക്കിലൂടെ ഫേസ്ബുക്കിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ നമുക്കതിനെ മോർ ക്രിയേറ്റീവായിട്ട് ഉപയോഗപ്പെടുത്താം. മാത്രമല്ല, അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, SPCയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ സേഫ് ആൻഡ് ഇഫക്റ്റീവ് യൂസ് ഓഫ് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ICT, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. നമ്മൾ ഈ ഫേസ്ബുക്കും നമ്മളുടെ വെബ്സൈറ്റും എങ്ങനെ പരമാവധി ഉപയോഗപ്പെടുത്തി നമ്മൾക്ക് അത് പ്രയോഗിക്കുക വഴി എങ്ങനെ ഏറ്റവും നന്നാക്കി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക എന്നുള്ളൊരു പരിശീലനം കൂടിയായിരിക്കും നമുക്കുണ്ടാകും. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ നമ്മൾ എല്ലാവരെയും ഒത്തുചേരാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുകയും, ഇപ്പം നമ്മൾ കണ്ടിരിക്കുന്ന പലയിടത്തും തന്നെ അലൂമിനെ ഈ സഹപാഠികൾ ഒത്തുചേരാറുണ്ട്. അതുപോലെ SPC ലീഡേഴ്സിൻ്റെ പ്രീവിയസ് ഇയർ വൈസ് വെച്ചിട്ട് SPC ലീഡേഴ്സ് 2016, SPC ലീഡേഴ്സ് 2015 എന്നുള്ള സ്കൂൾ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് അവർ വർഷത്തിൽ 2-3 തവണ ഒത്തുചേരുന്നതിനുള്ളൊരവസരം ഉണ്ടാക്കുക. ഇതൊന്നും ഒത്തുചേരുന്നതിനൊന്നും വേണ്ടിയിട്ട് ഇനി SPCയുടെ അധ്യാപകരോ SPCയുടെ മറ്റു പോലീസ് ഉദ്യോഗസ്ഥരോ നേരിട്ട് ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടതില്ല. അവർ ഇനീഷ്യേറ്റീവ് എടുക്കുന്നതൊക്കെ വളരെ നന്ന്. അവരൊന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ തന്നെ ലീഡേഴ്സാണ്. നിങ്ങൾ ലീഡേഴ്സാണെങ്കിൽ നിങ്ങൾ തന്നെ ഒത്തുചേരുന്ന ഒരവസ്ഥ ഉണ്ടാക്കണം. അങ്ങനെ ഒത്തുചേരുക വഴി നമുക്ക് ഒന്ന് പ്രധാനമായിട്ടും SPC രാജ്യവ്യാപകമായി നടപ്പിലാക്കുന്നതിൽ, SPCയുടെ ഉദ്ദേശതത്വങ്ങൾ മറ്റെല്ലാവരിലേക്ക് എത്തിക്കുന്നതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? SPC എന്ത് ചെയ്യാൻ പറ്റും? 2, ഈ രാജ്യത്തിന് ഒരു മെച്ചപ്പെട്ട ഒരു രാജ്യമാക്കി മാറ്റുന്നതിന് നാനാ മേഖലകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ SPCയിൽ തന്നെ വിവിധ പദ്ധതികളുണ്ട്. മൈട്രി പ്രോജക്റ്റ് എന്നും ബാൻ ബേൺനെസ് എന്നും അതുപോലെ ഫ്രണ്ട്സ് അറ്റ് ഹോം എന്നൊക്കെ പറഞ്ഞ് നിരവധി ഇത്തരത്തിലുള്ള പദ്ധതികൾ നമ്മളെങ്ങനെ കൂട്ടമായി ഏറ്റെടുത്തിട്ട് നമുക്കെങ്ങനെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ഒരു സാന്നിധ്യം കാണിക്കാൻ പറ്റും. SPC എന്നതിൻ്റെ പരിശീലനം എന്ന് പറയുന്ന ഒരു തുടക്കമാണ്. SPC ഓരോ വർഷവും അവർ അതിൽ നിന്ന് ഉൾക്കൊണ്ടിരിക്കുന്ന ഊർജ്ജം ഈ ലോകത്തിന് മുഴുവൻ നൽകാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ മാറുമ്പോഴാണ് SPC പദ്ധതി വിജയിക്കുന്നത്. അപ്പം നമ്മളിവിടെ നിങ്ങളെല്ലാവരും ഇൻഡിവിജ്വലി നിങ്ങൾ ആരെയും കാത്തിരിക്കേണ്ടതില്ല.
നിങ്ങൾ തന്നെ വിളിച്ച് ചോദിക്കണം നിങ്ങളെ കൂട്ടുകാരോടും മറ്റുള്ളവരും നമ്മൾ ഒത്തുചേരേണ്ടേ എന്നുള്ളത്. അങ്ങനെ എത്തുചേരുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നിങ്ങൾ ഓരോരോ SPCയുടെ ഈ ലീഡർ SPCയുടെ ഈ ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ എല്ലാവരും ചേരുക, മറ്റുള്ളവരെ ചേർക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ ഒന്ന് ഇടപെട്ടുള്ള വേളകളിൽ നിങ്ങളെല്ലാവരും ഒത്തുചേരുകയും ഡിസ്കസ് ചെയ്യുകയും നമുക്ക് എന്ത് കൂടുതലായി ചെയ്യാൻ പറ്റുമെന്ന് നിരന്തരമായി ആലോചിക്കുകയും ചെയ്യുക. അങ്ങനെയുള്ള ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫേസ്ബുക്ക് കൂട്ടായ്മ ഉണ്ടാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, നിങ്ങളിൽ പലർക്കും നന്നായി ക്ലാസ് എടുക്കാൻ കഴിവുണ്ട്, നല്ലപോലെ തന്നെ ഔട്ട്ഡോറിൽ ട്രെയിൻ ചെയ്യാൻ കഴിവുള്ളവരുണ്ട്. അവരെല്ലാം മുന്നോട്ട് വരികയും നിങ്ങളുടെ അനിയന്മാരായിരിക്കുന്ന നിങ്ങളുടെ ജൂനിയേഴ്സ് ആയിരിക്കുന്ന കേഡറ്റുകളെ പരിശീലിപ്പിക്കുന്നതിന് മുന്നിട്ടിറങ്ങുകയും ചെയ്യുക. അങ്ങനെ ആണെങ്കിൽ മാത്രമേ നമ്മൾ കൂടുതൽ ആളുകളെ, നമുക്ക് SPC പദ്ധതി എല്ലാ സ്കൂളുകളും ആവശ്യമുണ്ടെന്ന് എല്ലാവരും ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് അതിനാവശ്യമായിരിക്കുന്ന മാൻ പവർ, ടീച്ചേഴ്സും പോലീസിൻ്റെ എണ്ണം കൊണ്ട് നമുക്കത് പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. പക്ഷേ നിങ്ങളെല്ലാവരും നിങ്ങളുടെ പഠനത്തിൻ്റെ കൂടെ തന്നെ ഒരു അല്പസമയം നിങ്ങൾ ഈ SPCയെ പ്രൊമോട്ട് ചെയ്യാൻ നിങ്ങൾ സഹായിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ കുട്ടികളിലേക്ക്, കൂടുതൽ കേഡറ്റുകളിലേക്ക് നമുക്ക് ഈ പദ്ധതി എത്തിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ നിങ്ങളിൽ പലരും പല കപ്പാസിറ്റി ഉള്ള ആളുകളാണ്. ചില ആളുകൾ ഈ കമ്പ്യൂട്ടർ, ഈ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിൽ കമ്പ്യൂട്ടറും മൊബൈൽ ടെലികമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഉപയോഗിക്കുന്നതിൽ ഭയങ്കര നല്ല കഴിവുള്ളവരാണ്. അവരുടെ കഴിവുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ നമ്മളെ ഫേസ്ബുക്കിനെയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ മറ്റേ വിവിധ മേഖലകളിൽ SPCയുടെ തത്വങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുന്നു. അതോടൊപ്പം തന്നെ SPC ഒരു ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും, ഗുജറാത്ത്, ഹരിയാന, കർണാടക മുതലായ സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. അവരുമായിട്ട് എങ്ങനെ നമുക്കൊരു കോൺടാക്റ്റ് കീപ്പ് ചെയ്യാൻ പറ്റും. SPC അമേരിക്കയിലെ ഒരു കൗണ്ടിയിൽ പോലും 2 ജില്ലയിൽ നടപ്പിലാക്കുന്നതിനെ കുറിച്ച് ആലോചിച്ച് വരുന്നുണ്ട്. ശ്രീലങ്കയിൽ നടപ്പിലാക്കുന്നതിനെ കുറിച്ച് എങ്ങനെ നമുക്ക് SPCയെ നമുക്ക് ലോകത്തിന് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും, ലോകത്തിനെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഉള്ളതിന് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ കുറച്ച് പേര് ഞങ്ങളുടെ തലമുറയിലുള്ള ആളുകൾ ഇതെല്ലാം തുടങ്ങി വെച്ചു. നിങ്ങളുടെ തലമുറയിലുള്ള ആളുകൾക്ക് ഇതിനേക്കാൾ വലിയ ആശയവും വലിയ ചിന്തയും ഒക്കെ ഉള്ള ആളുകൾ, വലിയ സ്വപ്നങ്ങളൊക്കെ ഉള്ള, നിങ്ങളുടെ എനർജി എന്ന് പറഞ്ഞാൽ അപാരമാണ്. ആ അപാരമായിരിക്കുന്ന എനർജിയുടെ ഒരു ഭാഗം നിങ്ങൾ ഇതിനു വേണ്ടി ചിലവഴിക്കുകയാണെങ്കിൽ SPC പദ്ധതിക്ക് ഒരു പുതിയ മാനവും പുതിയ ഉണർവും ഉണ്ടാവും, പുതിയൊരു റേഞ്ചും എത്തും. അതിനു വേണ്ടിയിട്ടായിരിക്കട്ടെ ഈ കൂട്ടായ്മ. അതിനു വേണ്ടി നിങ്ങൾ ഓരോരുത്തരും അവനവർ കഴിയുന്നതിൻ്റെ ഏറ്റവും പരമാവധി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ അഭ്യർത്ഥന. നിങ്ങളെല്ലാവരും സ്വന്തം ജീവിതത്തിൽ വളരെ മെച്ചപ്പെട്ട നിലയിലേക്ക് എത്തിപ്പെടുകയും അതുപോലെ തന്നെ നിങ്ങൾ ആ മെച്ചപ്പെട്ട ജീവിതവും മെച്ചപ്പെട്ട നിലവാരവും സമൂഹത്തിനും നിങ്ങളുടെ കുടുംബത്തിനും സമൂഹത്തിനും മത്തുമാറുമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും നേരുന്നു. ജയ് ഹിന്ദ്.